ഇന്നലെ മനോരമയിൽ പരസ്യം കണ്ടു, ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് 2,000-3,000 താഴെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കരുതി കലൂർ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, അപ്പോൾ ഏതായാലും ഒരു ലാഭമൊക്കെ ആയിരിക്കും. എവിടെ പിള്ളേരെ വരേണ്ടതെന്ന് വെച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ ലൊക്കേഷൻ ഇട്ട് തരാമെന്ന് പറഞ്ഞു. ഓക്കെ, ആരോ ലൊക്കേഷൻ ഇട്ട് തന്നു. ഞാൻ ഇന്ന് കാലത്ത് വന്നപ്പോൾ ഇവരുടെ സിസ്റ്റം കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് ഒരു സമയം കളയാതെ തന്നെ സ്റ്റേജ് വൈസ് ഇട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ തന്നെ ചെയ്ത് ഫൈനലി സ്റ്റാഫൊക്കെ വളരെ കോർഡിനേഷൻസ്, ദേ ആർ വെരി ഹാപ്പി ടു ഡു ദ തിങ്സ്. ഐ എം വെരി ഹാപ്പി. ഇതുപോലെ സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. സാധാരണ ഇപ്പോൾ ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യാൻ പറഞ്ഞ് എൻ്റെ മക്കൾ പറയാറുണ്ട്. മക്കൾ എന്ന് പറഞ്ഞാൽ ഉള്ള ഡോക്ടറാണ്, അവളോ MS പഠിച്ച ഡോക്ടറാണ്. അപ്പോൾ പിള്ളേർ പറയും ഡാഡി പോയി ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം ഒരു ദിവസം പരിപാടിയാവും, ഒരു ദിവസം അത് ചെയ്തു ഇത് ചെയ്തു, രണ്ടാമത്തെ ദിവസം വന്നു പറഞ്ഞാൽ അതൊക്കെ വേസ്റ്റ്. പക്ഷേ ഈ ഇവരുടെ സിസ്റ്റത്തിൽ എന്താ ഞാൻ ഒബ്സർവ് ചെയ്താൽ ഐ കുഡ് ഡു ഇറ്റ് ഓൾ തിങ്സ് ലൈക്ക് എന്താ എക്കോ ചെയ്തു, ECG ചെയ്തു, ത്രെഡ്മില്ല് ചെയ്തു, ഓൾ തിങ്സ്, ലോട്ട് ഓഫ് ബ്ലഡ് ടെസ്റ്റ്, dental, everything has done. And finally my wife has been checked by a senior high quality this gynecologist. പിന്നെ അതുകൂടാതെ എനിക്ക് എൻ്റെ പല്ല് ടോട്ടലി പറഞ്ഞാൽ എൻ്റെ പല്ല് മോശമാണ്. എന്നിരുന്നാലും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അത്ര സിസ്റ്റമായിട്ടൊരു എക്സ്റേ ചെയ്ത്. മൈ ഗോഡ്, ഞാൻ പല വെരി കോസ്റ്റ്ലി ഡെന്റൽ സെൻ്ററിൽ മാറുള്ളൂ. എനിക്ക് സ്പെഷ്യലായിട്ട് ഹൈ ക്ലാസ് ഡോക്ടേഴ്സ് ഉണ്ട്. അതിലൊക്കെ കമ്പാറ്റ് ചെയ്തിട്ട് എൻ്റെ ഇന്നിപ്പോൾ ഞാൻ എക്സ്റേ ചെയ്തു. ടോട്ടൽ ഈ ടൈപ്പ് എക്സ്റേ പല്ലിനൊക്കെ ഞാൻ കണ്ടിട്ടില്ല. ദാറ്റ് ടു വെരി ക്വാളിഫൈഡ് പീപ്പിൾ. ഞാൻ അവരോട് ചോദിച്ചു വാട്ട് ഈസ് ബാക്ക്ഗ്രൗണ്ട്. അത് സ്പെഷ്യലിസ്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞു. ഐ ആം വെരി ഹാപ്പി. നോട്ട് ഓൺലി ദാറ്റ്, ഓൾ ദ സ്റ്റാഫ് ഈസ് ഹാപ്പി. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്ത് ഫുഡാണ് മക്കളെ തരുന്നത് ഇത്ര ഹാപ്പി ആയിരിക്കാൻ വേണ്ടി. അവർ പറഞ്ഞു അവർ വെരി ഹാപ്പി ടു സേ വി ആർ ഹാപ്പി. എനിവേ ഐ ആം എൻറ്റയർലി ഹാപ്പി വിത്ത് ദ സിസ്റ്റംസ്. അടുത്ത തിങ്കളാഴ്ച ഞാൻ എൻ്റെ പല്ലിൻ്റെ ചെയ്യാൻ വരുന്നുണ്ട്. വൈഫിൻ്റെ 1-2 ടെസ്റ്റും കാര്യം പറഞ്ഞിട്ടുണ്ട്, അതിന് വൈഫും വരുന്നതായിരിക്കും. എനിവേ ടോട്ടലി ഐ ആം ഹാപ്പി. ഞാനിത് ഈ വക അലോപ്പതി ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയാൽ എനിക്കിങ്ങനെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. ഞാനിങ്ങനെ റിയലി വെയിറ്റ് ഒരു കോള് വരും, പിന്നെ അവിടെ ഇവിടെ പോകുമെന്ന് പറഞ്ഞ് ഇങ്ങനെ കറങ്ങിയെടുക്കാമോ, അതെനിക്ക് ഫീൽ ചെയ്യാം. കമ്പാരിറ്റീവ്ലി ദിസ് സിസ്റ്റം ഇസ് വെരി നൈസ്. ഐ വാസ് നോട്ട് എക്സ്പെക്റ്റഡ് സച്ച് എ ഫാന്റാസ്റ്റിക് സിസ്റ്റം ഈസ് അവൈലബിൾ ദർ ഇൻ കലൂർ. ഇറ്റ് ഈസ് നൈസ്. ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇവരെ ഒരു ഫ്രാഞ്ചൈസി കിട്ടാൻ വേണ്ടിയാണ് നോക്കുന്നു. ഞാൻ അതും അദ്ദേഹത്തിൻ്റെ അഡ്മിനെ കണ്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇതേമാതിരി ഒരു സിസ്റ്റം ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ഓക്കെ, എൻ്റെ മോള് ഡോക്ടർ അല്ലേ, അതുകൊണ്ടൊക്കെ താങ്ക് യു സോ മച്ച് ടു മണപ്പുറം മാനേജിങ് ഡയറക്ടർ സാറിന് വളരെ നന്ദി ഞാനൊരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തതിൽ. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച് ടു ദ മണപ്പുറം ബോസ്. താങ്ക് യു. മറ്റുള്ള എല്ലാ മെഡിക്കൽ ഫീൽഡുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലൊക്കെ ചെല്ലുമ്പോഴെന്നേക്കാളും ഒത്തിരി വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് എന്നാന്ന് വെച്ചാൽ ഇവിടുത്തെ ആ സ്റ്റാഫിൻ്റെ പെരുമാറ്റം. അതെന്നാന്ന് പറയാൻ പറ്റില്ല. ഓരോ സ്ഥലത്തു നിന്ന് ഓരോ സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ നമുക്ക് എന്താണെന്നൊന്നും അറിയാൻ പാടില്ല. നമ്മൾ ആദ്യമായിട്ട് വരുന്നതല്ലേ, അല്ലെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പാടില്ല. പക്ഷെ ഓരോരുത്തർ സന്തോഷത്തോടെ ഒരു ദേഷ്യത്തോടെ ഒന്നും രാവിലെ മുതൽ കാണുന്ന മുഖമാണെങ്കിലും രാവിലെ വന്ന് കണ്ടപ്പോൾ ഇപ്പോൾ പോകാൻ നേരത്തും അവരുടെ മുഖം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നത്. ഒരു സന്തോഷത്തോടെ ഇന്ന സ്ഥലത്ത് പോകണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു കൊണ്ട് നടക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴുണ്ടല്ലോ, അവരുടെ ആ സന്തോഷം കാണുമ്പോൾ നമ്മളിപ്പോൾ അസുഖത്തിന് തന്നെയാണോ ഇവിടെ വന്നതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോയി ഞാനൊരു പ്രാവശ്യം. വളരെ ഹെൽപ്ഫുള്ളും എന്താന്ന് പറയുമ്പോൾ അവർ തമ്മിലൊരു ഭയങ്കര ബോണ്ടിങ്ങോ എന്തോ ഉണ്ട്. അവരുടെ ഹോസ്പിറ്റലിൽ ഞങ്ങൾ പോയിട്ട് ഇതുവരെയും കണ്ടിട്ടില്ല. ഇത്രയും പ്രായമായി 10-60 വയസ്സായി പല ഹോസ്പിറ്റലിലും പല കാര്യങ്ങളിലും എപ്പോഴും പോകാറുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിലൊക്കെ പോയതാണ്. പക്ഷേ ഇത്രയും നല്ല ഒരു സ്റ്റാഫിൻ്റെ പെരുമാറ്റം എവിടെയും കണ്ടിട്ടില്ല. അതൊന്നും എടുത്തു പറയണ്ടേ. ആ സ്റ്റാഫിനൊക്കെ ഒരു പ്രത്യേക സ്റ്റാറൊക്കെ കൊടുക്കേണ്ട ആണോ, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. റിയലി